ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ലേക്ക് ഷോർ അവയവദാന കേസിൽ കൂടുതൽ ആരോപണങ്ങളുമായി എബിന്റെ അമ്മ. എബിന്റെ മരണത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ടെന്ന് അമ്മ ഓമന ന്യൂസ് 18നോട് പറഞ്ഞു. അപകടത്തിന് ശേഷം ഗുരുതരാവസ്ഥയിലുള്ള എബിനെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് സമയം വൈകിയാണ്. കാര്യമായ പരുക്കില്ലാത്ത സഹോദരൻ ബിബിനെയാണ് ആദ്യം കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. കോതമംഗലത്തും കൊച്ചിയിലും ചികിത്സ നൽകിയില്ലെന്നും കോതമംഗലം ബെസേലിയസ് ആശുപത്രിയിലും പിഴവ് സംഭവിച്ചെന്നും അമ്മ ഓമന ന്യൂസ് 18നോട് പറഞ്ഞു. ലേക്ക് ഷോർ അവയവദാന കേസിൽ കൂടുതൽ ആരോപണങ്ങളുമായി എബിന്റെ അമ്മ രംഗത്തെത്തുകയാണ്. ന്യൂസ് 18നോട് നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയത്. എബിന്റെ മരണത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ട്. അപകടത്തിന് ശേഷം ഗുരുതരാവസ്ഥയിലുള്ള എബിനെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് ഏറെ വൈകിയാണ്. കാര്യമായ പരുക്കില്ലാത്ത സഹോദരൻ ബിബിനെയാണ് ആദ്യം കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. കോതമംഗലത്ത് പിന്നെ കൊച്ചിയിൽ ചികിത്സ നൽകിയില്ല. കോതമംഗലം ബെസേലിയസ് ആശുപത്രിയിൽ പിഴവ് സംഭവിച്ചു. അങ്ങനെ വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് അമ്മ ഓമന. കാര്യങ്ങൾ നോക്കിയത് താൻ ജോലി നോക്കിയിരുന്ന സ്വകാര്യ സ്ഥാപനമാണ്. ചികിത്സാ രേഖകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ സ്ഥാപനം വാങ്ങി. രേഖകൾ ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു. സ്ഥാപനത്തിൻ്റെ അന്നത്തെ ഇടപെടലിൽ ഇപ്പോൾ സംശയം. അങ്ങനെ ഏറെ പ്രധാനപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നു. വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രതികരണത്തിലേക്ക്. മസ്തിഷ്ക മരണത്തെ തുടർന്നുണ്ടാകുന്ന അവയവ കച്ചവടങ്ങൾ വീണ്ടും സജീവ ചർച്ചയായി മാറുമ്പോൾ 14 വർഷം മുമ്പ് മരിച്ച എബിൻ്റെ അമ്മയാണ് നമ്മോടൊപ്പമുള്ളത്. ഒരു വാഹനാപകടത്തിൽ എബിൻ മരിച്ച ശേഷം ആദ്യം കോതമംഗലത്തെ ആശുപത്രിയിലെത്തുന്നു. അവിടെ നിന്നും കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് എത്തുകയും അവിടെ നിന്നാണ് പിന്നീട് മരണം സംഭവിക്കുകയും അവയവമാറ്റം നടക്കുകയും ചെയ്തത്. എന്നാൽ അതിന് പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട് എന്ന ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. ഇടുക്കി ഉടുമ്പൻചോലയിൽ താമസിച്ച് വന്നിരുന്ന എബിൻ്റെ കുടുംബം പിതാവിൻ്റെ മരണത്തെ തുടർന്നാണ് ഈ മൂവാറ്റുപുഴയിലേക്ക് വരികയും ചെയ്തത്. ഈ കുടുംബത്തിൻ്റെ എല്ലാ അത്താണിയായി അന്ന് പ്രവർത്തിച്ചിരുന്ന യുവാവാണ് 18 വയസ്സുകാരനായ എബിൻ്റെ മരണം ഉണ്ടാക്കിയ വേദന വളരെ വലുതാണ്. എന്തായാലും അന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മോട് എബിൻ്റെ അമ്മ ഓമനയാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് മരണം ഉണ്ടായത് എന്ന് എന്തായാലും സംഭവിച്ചത്? അന്ന് ഇവർ രണ്ടുപേരും കൂടെ ഒരു രാജമാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കസിൻ്റെ മരിച്ചടക്കം കൂടിയിട്ട് തിരിച്ചു വരുമ്പം കർക്കടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. അത് ആ വഴിയിൽ പോസ്റ്റ് ഒരു ശകലം നമ്മുടെ ടാറിങ്ങിനോട് ഇച്ചിരി കയറി അവിടെയാണ് ഇടിച്ച് വീണിട്ട് കുഞ്ഞുങ്ങളെ അടുത്തുള്ളൊരു ബേക്കറിയിലെ ആരോ കാറുകാർ വന്ന് ആശുപത്രി ബെസോലിയസ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ബെസോലിയസ് അവിടെ ചെന്നിട്ട് മൂത്ത മോന് ഏതാണ്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ചികിത്സ കൊടുത്തു എന്നാണ് അറിവ്. ഇളയ മോന് ചികിത്സയൊന്നും കൊടുത്തിട്ടില്ല. മൂത്തവനെയാണ് ആദ്യം, ഇളയവനാണ് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് തല പൊട്ടിയിട്ടുണ്ട്. പോസ്റ്റയിലോട്ട് തല ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബൈക്കിൻ്റെ ഇടിയുടെ ഇതുകൊണ്ട്. അപ്പം മൂത്തവനെ എത്രയും വേഗം കൊണ്ടുപോകാൻ ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. മൂത്തവനെ കൊണ്ടുവന്ന് എത്തിച്ച് ലേക്ക് ഷോറിൽ കൊണ്ടുവന്ന് എത്തിച്ച് കഴിഞ്ഞാണ് ഇളയ മോനെയും കൊണ്ട് മരിച്ച എബിനെയും കൊണ്ട് പോയത്. അതെന്താ അങ്ങനെ ഒന്നും വല്ലതും പറഞ്ഞോ? ഈ കൂടുതൽ ഗുരുതരമായ ആളെയല്ലേ ആദ്യം കൊണ്ടുപോകേണ്ടത്? അങ്ങനെയല്ലല്ലോ ഉണ്ടായല്ലേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എബിൻ എബിന് ഗുരുതരമാണ്. അതുകൊണ്ടാണ് ബിബിനെ കൊണ്ടുപോകണേ അവനെങ്കിലും കിട്ടും, ഇല്ലെങ്കിൽ എബിന് രണ്ടുപേരും പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് അവിടുന്ന് കൊണ്ടുപോയത്. അങ്ങനെ തന്നെ കൊണ്ടുപോയത്. മൂത്തവനെ ആദ്യം കൊണ്ടുപോകുന്നു. അത് ആംബുലൻസ് കിട്ടാൻ ഒത്തിരി വൈകിയിരുന്നു. ഒത്തിരി അടുത്തോട്ട് വിളിച്ചു കഴിഞ്ഞാണ് വന്നത്. എന്നിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോവുകയും ചെയ്തത്. മൂത്തവനെയാണ് ആദ്യം കൊണ്ടുപോയത്. ഇളയവനെ രണ്ടാമതാണ് കൊണ്ടുപോകുന്നത്. വൈകിയാണ് പോയത്. പിന്നെ ലേക്ക് ഷോറിലെത്തിയ ശേഷം പിന്നീട് എന്തൊക്കെയാണ് നടന്നത്? ലേക്ക് ഷോറിലെത്തിയ ശേഷം പിന്നെ എനിക്കതിനെപ്പറ്റി ഒത്തിരി അറിയാൻ പാടില്ല. അവിടെ ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയാണ് ഡെൻകെയർ ഡെൻ്റൽ ലാബ്. ഇവിടെ ഏഷ്യയിലെ രണ്ടാമതായി പ്രവർത്തിക്കുന്ന കുര്യാക്കോസ് സാറിൻ്റെ സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്തത്. ഞാനും എൻ്റെ മൂത്ത മകനും അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. 14 വർഷം അവൻ ജോലി ചെയ്തു, ഞാൻ 15 വർഷം ജോലി ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല. 3 വർഷമായുള്ളൂ ഞങ്ങൾ ഇറങ്ങിയിട്ട്. അപ്പോൾ അവരാണ് എല്ലാ കാര്യവും ചെയ്തത്. ഇവിടുന്ന് കൊണ്ടുപോകുന്നതും ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി തന്നെയാണ്. എല്ലാ കാര്യവും അവിടെ നോക്കിയിരുന്നതും എല്ലാം അവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇതേപ്പറ്റി ശ്രദ്ധിച്ചില്ല. പിന്നെ അവർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചു എന്ന് മാത്രം.
എന്താണ് അവിടെ എത്തിയ ശേഷമുള്ള പുരോഗതി, അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ അവസ്ഥയെപ്പറ്റി, ആരോഗ്യനിലയെ പറ്റി എന്താണ് ആശുപത്രിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ പറയാമെങ്കിൽ ഞാൻ 300% വിശ്വസിച്ചിരുന്നു. അവർ നമ്മുടെ കുഞ്ഞിന് ചികിത്സ കൊടുത്തു. പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് കുഞ്ഞിന് എന്നോ അത്. പക്ഷേ ഞാൻ ചെന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ രണ്ടാമത് ചെല്ലുമ്പോൾ വെറും ഒരു കട്ടിലിൽ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. കുഞ്ഞിനെ ഞാൻ കണ്ടു, ഉമ്മ വെച്ച് പോരുകയും ചെയ്തു. അന്ന് അവന് മെഡിസിൻ കൊടുത്ത് ഇപ്പം ഞാനതെല്ലാം ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവ് മരിച്ചിട്ട് 4 വർഷം. അത് കഴിഞ്ഞ് അടിക്കടി 4 വർഷം കൊണ്ട് 2 കുഞ്ഞുങ്ങളും മരണത്തോട് മല്ലടിക്കുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഇത്രയും ചിന്തിക്കാനുള്ള കഴിവൊന്നും അന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അന്ന് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഇവർ പൂർണ്ണമായിട്ടും നമ്മളെ ഉത്തരവാദിത്തത്തോടെ ചെയ്യും എന്നാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ 2ാമത്തെ ദിവസം പോയി, 3ാമത്തെ ദിവസം വിളിച്ച് പറയുന്നു എത്രയും വേഗം ഒന്ന് വന്ന് കാണുക, വെന്റിലേറ്റർ വലിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് മരിക്കും, പ്രഷറും ഷുഗറും എല്ലാം താഴ്ന്നു പോവുകയാണ്, 98% പോലും ഇതില്ല എന്ന് പറഞ്ഞ് തല ഇതായി തല ചത്തു കഴിഞ്ഞിരിക്കുന്നു, മുഴുവൻ തലയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ കയറി കണ്ടു. ഇറങ്ങി വന്നപ്പോൾ എന്നോടൊരു 3-4 പേരുണ്ട്. അപ്പോൾ ഡെൻകെയറിലെ ജോൺ സാറിൻ്റെ അനിയൻ സാജു പിന്നെ സാറും പിന്നെ പ്രിൻസ് എന്ന് പറയുന്ന പിന്നെ ഫിലിപ്പ്, അങ്ങനെ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർമാർ 3-4 ഡോക്ടർമാരുണ്ടായിരുന്നു. അവരാണ് എൻ്റെ അടുത്ത്, അവർ ചോദിച്ചു, ഡോക്ടറും കൂടെ കൂടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അപ്പോൾ ഈ കുഞ്ഞ് മരിച്ചു പോവുകയാണല്ലോ, ഈ ഇതിൻ്റെ കുഞ്ഞിനെ ഇവിടെ 2-3 പേരൂടെ കിടപ്പുണ്ട്, അഡ്മിറ്റുണ്ട്, അവർക്ക് അവയവം ദാനം ചെയ്യാൻ കൊടുത്തേക്കാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞാൽ മണ്ണിൽ ദ്രവിച്ച് പോവല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ കൊടുത്തേക്കാവുന്നു, അവരെങ്കിലും ജീവൻ വെക്കട്ടെ, എൻ്റെ കുഞ്ഞിൻ്റെ അവയവം കൊണ്ട് അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്നെന്ന് ചോദിച്ചാൽ ഗുരുതരമായ കൊച്ചിനെ ഇട്ടിട്ട് പിന്നെ ഗുരുതരമല്ലാത്ത അവരെയും കൊണ്ട് പോയതിലൊക്കെ പിന്നെ എനിക്കൊരിത് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, പിന്നെ കുഞ്ഞ് പല കേസ് അവരെന്നോട് സംസാരിച്ചു, ഇനി ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തല കട്ടിലേലിങ്ങനെ കിടപ്പ് കിടക്കും, എന്നിട്ട് പിന്നെ തലയിൽ കൂടെ ഈ വായിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ച് കിടക്കും, അപ്പോൾ ചേച്ചിക്ക് ഈ കുഞ്ഞും ആ കുഞ്ഞും കൂടെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവുമെന്നൊക്കെ എന്നോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ 100% നേരാന്നല്ലേ നമ്മൾ പറയുള്ളൂ. പിന്നെ വിജയിക്കണമെന്നില്ല, ഓപ്പറേഷൻ ചെയ്താൽ വിജയിക്കുകയില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ കിടക്കാമെന്നും പറഞ്ഞു. ഇങ്ങനെ കിടക്കുള്ളൂ, ചെയ്താലും ഇങ്ങനെ കിടക്കുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അനീഷ് കുമാർ ഒപ്പം ചേരുന്നുണ്ട്. അനീഷ് കുമാർ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ, പുതിയ ആരോപണങ്ങൾ, സംശയങ്ങൾ ഏറെ നിർണായകമോ? കൃഷ്ണായി, തീർച്ചയായും. കാരണം കഴിഞ്ഞ 14 വർഷങ്ങളായി ഈ കുട്ടിക്ക്, ഇവരുടെ മകന് 18 വയസ്സുകാരനായിരുന്ന അന്ന് അപകടപ്പെടുമ്പോൾ 18 വയസ്സുകാരനായ മകന് കൃത്യമായ ചികിത്സ നൽകി എന്ന് കരുതിയിരുന്ന ഒരു അമ്മയാണ്. എന്തായാലും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയോഗമാണ് ഈ ഗണപതി എന്ന അഭിഭാഷകൻ വഴി കോടതിയിലേക്ക് എത്തുകയും കോടതി ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിടുമ്പോഴാണ് അന്ന് നടന്ന പല കാര്യങ്ങളും ചേർത്താലോചിക്കുമ്പോൾ വലിയ ദുരൂഹതകൾ ഈ കുടുംബത്തിന് തോന്നുന്നത്. നമുക്കറിയാം, ഇടുക്കി ഉടുമ്പൻചോലയിൽ മേലച്ചമണ്ണാർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചതായിരുന്നു ഓമനയുടെ കുടുംബം. അവരുടെ ഭർത്താവ് മരിച്ച ശേഷമാണ് അവർ ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരുന്നത്. അവിടെ വെച്ചാണ് 2 മക്കൾ ഒരേപോലെ ഒരു അപകടത്തിൽപ്പെടുന്നു. 2 പേരും മരണാസന്നരായി ആശുപത്രിയിൽ കിടക്കുന്നു എന്ന് അറിയിക്കുന്നത്. അതിൽ ഇളയ മകന് മസ്തിഷ്കാഘാതം വന്നു കഴിഞ്ഞിരിക്കുന്നു, മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശസ്ത്രക്രിയ നടത്തിയാലും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയില്ല. അഥവാ തിരിച്ചു വന്നാലും ഒരു ജഡ പോലെ കട്ടിലിൽ ആജീവനാന്തം കിടക്കേണ്ടി വരും എന്നറിയിക്കുമ്പോൾ നിസ്സഹായ ഒരു അമ്മ അവയവദാനത്തിനായി തൻ്റെ മകൻ്റെ ശരീരഭാഗങ്ങൾ മറ്റുള്ള വ്യക്തികൾക്ക് ജീവനേകട്ടെ എന്ന് കരുതി ദാനം ചെയ്യാൻ സമ്മതം നൽകുന്നു. എന്നാൽ ആ നടപടിക്രമങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ പിഴവുകളുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഏറ്റവും പ്രധാനമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കോതമംഗലത്തെ
മാർ ബസേലിയസ് ആശുപത്രിയിലാണ് അപകടത്തിന് ശേഷം ആദ്യം എബിനെ എത്തിച്ചത്. എന്നാൽ എബിനും സഹോദരൻ ബിബിനും ഒന്നിച്ചായിരുന്നു അപകടത്തിൽപ്പെട്ടത്. താരതമ്യേന കുറഞ്ഞ പരിക്കുകളാണ് ഈ ബിബിന് എന്ന മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നത്. എന്നാൽ ബിബിനെയാണ് ആദ്യം വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം 4 മണിക്കൂർ കഴിഞ്ഞാണ് ഈ ക്രിട്ടിക്കലായ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന എബിനെ കൊണ്ടുപോയതെന്നാണ് അമ്മ പറയുന്നത്. അന്ന് തന്നെ ചോദിച്ചപ്പോൾ എബിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധ്യമല്ല എന്ന് ആണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. എങ്കിൽ പോലും ഏറ്റവും ഗുരുതരമായ രോഗിയാണ് സാധാരണ രീതിയിൽ ഒരു വിദഗ്ധ ചികിത്സയ്ക്കായി ഉന്നത സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ അന്ന് എന്തുകൊണ്ട് എബിനെ അവിടെ മനഃപൂർവ്വം വൈകിച്ചു എന്ന ഒരു ചോദ്യമാണ് ഈ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം ഈ ലേക്ക് ഷോർ ആശുപത്രിയിൽ എത്തിച്ച ശേഷം 3 ദിവസമാണ് ആശുപത്രിയിൽ കിടന്നത്. ആദ്യ ദിവസം വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. എന്നാൽ 2ാം ദിവസം അമ്മ ഈ മകനെ കാണാൻ എത്തുമ്പോൾ മരണാസന്നനായി കിടക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറയുന്ന യുവാവിന് ഒരു വെന്റിലേറ്റർ സഹായം അന്ന് നൽകിയിരുന്നില്ല എന്ന് അമ്മ തീർത്തു പറയുന്നു. ഒപ്പം പിന്നീടാണ് ഈ അവയവദാനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോഴും ഈ വേഗത്തിലാക്കണം നടപടിക്രമങ്ങൾ എന്ന് ആശുപത്രി അതായത് ഈ വെന്റിലേറ്ററിലാണ് മകൻ എന്ന് അമ്മയോട് പറയുന്നു. അമ്മ വരുമ്പോൾ ഒരു സാധാരണ കിടക്കയിലാണ് ഉള്ളത്. അവിടെ വെച്ച് ഉമ്മ നൽകി മടങ്ങുന്നു, പ്രതീക്ഷകളോടെ മടങ്ങുന്നു. അതായത് അവിടെ തുടങ്ങുന്നു ദുരൂഹതകൾ, അല്ലേ? തീർച്ചയായും. കാരണം ആശുപത്രിയിൽ അതീവ ഗുരുതരമായ നിലയിൽ കോതമംഗലം ആശുപത്രിയിൽ നിന്നും കൊച്ചി ലേക്ക് ഷോറിലേക്ക് എത്തിക്കുന്നു. ആദ്യം ചെല്ലുമ്പോൾ തന്നെ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ഈ കുട്ടിയെ കടത്തുന്നു. എന്നാൽ പിന്നീട് 2ാം ദിവസം അമ്മ കാണാൻ ചെല്ലുമ്പോൾ എങ്ങനെ ഈ വെന്റിലേറ്റർ ഇല്ലാതെ നിൽക്കുന്നു. ഒപ്പം 3ാം ദിവസം കുടുംബത്തോട് പറയുന്നു വെന്റിലേറ്റർ മാറ്റിയാൽ ഏത് നിമിഷവും മരണപ്പെടാം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തിന് തലേദിവസം അവർ വെന്റിലേറ്റർ മാറ്റി, അഥവാ ഈ വെന്റിലേറ്റർ മാറ്റിയപ്പോൾ എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല എന്നടക്കമുള്ള പല ചോദ്യങ്ങളും ബാക്കിയാവുന്നു. ഈ അവയവദാനത്തിനായി വളരെ വലിയ രീതിയിൽ ഈ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നും ഈ കുടുംബം പറയുന്നു. ഈ കുടുംബത്തിൻ്റെ അമ്മ ജോലി ചെയ്തിരുന്ന സ്വകാര്യ സ്ഥാപനമാണ് ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തത്. ആ സ്ഥാപനത്തിൻ്റെ ആളുകളും അമ്മയ്ക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്നു. അതായത് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ ഏറെ സമയം മനസ്സിലാക്കുന്നത്, അതായത് ഈ കുട്ടിയുടെ ചികിത്സാ കാര്യങ്ങൾ മുഴുവൻ നോക്കിയത് ഈ അമ്മ മകൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനമാണെന്ന് പറയുന്നു. പിന്നീട് ആ സ്ഥാപനത്തിനും സംശയം ഉണ്ടെന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പിന്നിൽ കണ്ണികളെന്ന സംശയം ബലപ്പെടുത്തുന്നു അമ്മയുടെ വാക്കുകൾ. വളരെ പെട്ടെന്ന്. തീർച്ചയായും. ഈ ഡെൻ്റൽ കെയർ ലാബ് എന്ന സ്ഥാപനത്തിലാണ് അമ്മ ജോലി ചെയ്തത്. ആ സ്ഥാപനമാണ് ഈ കുട്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാമെന്ന് ഏൽപ്പിച്ചത്. അവരാണ് ആശുപത്രിയുമായി കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്തായാലും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമ്മൾ വരും മണിക്കൂറുകളിൽ പുറത്തുവിടുന്നതാണ്. ആ സ്ഥാപനത്തിന് എന്താണ് ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ സ്ഥാപനത്തിലുമായി പിന്നീട് ഈ കുടുംബം ബന്ധപ്പെട്ടപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള മോശമായ പ്രതികരണമാണ് അവരിൽ നിന്നും ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ വരും. എന്തായാലും ഒരു വിപുലമായ നെറ്റ്വർക്ക് എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്ഥാപനങ്ങൾ പരസ്പര ബന്ധിതമായി പ്രവർത്തിച്ചത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും തീരെ ആകസ്മികമായ മരണത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്ന വെളിപ്പെടുത്തലുമായി അമ്മ രംഗത്ത് വരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ അടുത്ത വാർത്തകളിൽ ഉണ്ടാകും. ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം.